PTH വളണ്ടിയർ സംഗമവും ആദരവും സംഘടിപ്പിച്ചു. വടക്കേ മലബാറിന്റെ ആരോഗ്യ ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പയ്യന്നൂർ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ് വളണ്ടിയർ സംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ PTH കൺവീനർ ഫറൂഖ് മെട്രോ സ്വാഗതവും ചെയർമാൻ KT സഹദുള്ള അധ്യക്ഷതയും വഹിച്ച പരിപാടി V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുമ്പില്ലാത്ത വിധം പാലിയേറ്റീവ് സംഘടനകളും അതിൻ്റെ പ്രവർത്തനവും കേരളത്തിലാകെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ഏത് സംരംഭമെടുത്തു നോക്കിയാലും ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മുടെ നാട്ടിൽ രോഗങ്ങളുടെയും രോഗികളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പ്രായം കൂടുന്തോറും അവരെ ശുശ്രൂഷിക്കാൻ ആളുകളില്ലാത്ത വിധത്തിൽ കഷ്ടപ്പെടുന്ന വയോധികരും നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ സഹായിക്കാനും അവരെയൊക്കെ സാന്ത്വനിപ്പിക്കാനും സാധിക്കത്തക്ക നിലയിൽ ഒട്ടേറെ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചികിത്സ പൂർണ്ണമായി പരാജയപ്പെട്ടയിടത്ത് അവർക്കിനി സാന്ത്വന പരിചരണമല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ വിലയിരുത്തുമ്പോൾ ആ സാന്ത്വന പരിചരണത്തിലൂടെ വലിയ നിലയിൽ ആശ്വാസം പകരാൻ സാധിക്കുന്നു എന്നത് നമ്മുടെ എല്ലാം മുമ്പിലുള്ള അനുഭവം കൂടിയാണ്. PTH കേരള CFO ആൻഡ് കോർഡിനേറ്റർ ഡോക്ടർ അമീർ അലി, സംസ്ഥാന സമിതി അംഗം ജയന്തി രാജൻ, പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഡോക്ടർ VC രവീന്ദ്രൻ, VKP ഇസ്മയിൽ, ഷമീമ ജമാൽ, KK അഷ്റഫ്, VK ഷാഫി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. MLAയും മറ്റു വിശിഷ്ട വ്യക്തികളെയും PTHന്റെ പ്രവർത്തന ഫണ്ടിനായി സംഘടിപ്പിച്ച ഈത്തപ്പഴ ചലഞ്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സെലീന PS, അബ്ദുൾ നാസർ അബ്ദുള്ള, സജില മുഹമ്മദ്, ഹാജറ അബ്ദുൾ സലാം എന്നിവരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കൂടാതെ പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്മയിൽ VKP, ഫായിസ് കൗവായി, ഫർസാന MS, നസീമ ടീച്ചർ, പയ്യന്നൂർ PTH സിസ്റ്റർമാരായ ഗീത NM, ഹസീന KP എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വളണ്ടിയേഴ്സിന്റെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. PTH ട്രഷറർ CP അബ്ദുള്ള നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ മുൻ സംസ്ഥാന പ്രസിഡന്റ് KP രവീന്ദ്രൻ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം വളണ്ടിയർമാരിൽ ഏറെ ആവേശമുണർത്തി. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും ഒരു അല്ലെങ്കിൽ ദൈവത്തിൽ വെച്ച് നിൽക്കുന്നവരാണെങ്കിൽ ആ പ്രപഞ്ചനാഥൻ നൽകിയ ഒരു അനുഗ്രഹീതരായ ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈഗോ കൂടെ മാറ്റിവെച്ച് ഹാപ്പിനെസ് ഹോർമോണുകൾ സ്വന്തം വീടുകളിൽ ഉണ്ടാക്കി ചെല്ലുന്ന വീടുകളിൽ മുഴുവൻ ഹാപ്പിനെസ് ഹോർമോണുകൾ ഫില്ല് ചെയ്തു. നമ്മൾ ചെല്ലുന്ന സ്ഥലം മുഴുവൻ ഹാപ്പിനെസ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയൊക്കെ പറ്റുള്ളൂ, മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും? ഒരു ചോദ്യം. ഞാൻ പാലിയേറ്റീവ് കെയറിലേക്ക് വന്നതിന് ശേഷം എനിക്കിപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് ഈ നിമിഷം കുഴഞ്ഞു വീട് മരിക്കുക എന്ന് പറഞ്ഞാലും ഇന്ന് വൈകുന്നേരം അതിൻ്റെ ഉള്ളിൽ ചാവുക എന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. സെലിബ്രേറ്റ് ചെയ്ത് മരിക്കാൻ, മരണം എന്നത് ഒരു പ്രശ്നമല്ലാതെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം കൂടി തരുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പാലിയേറ്റീവ് കെയറിൻ്റെതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.